ഹലോ എവരി വൺ. ഇന്ന് ജാനുവരി 17 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. NPCI ഇൻ്റർനാഷണൽ പാർട്ട്നേഴ്സ് വിത്ത് മാഗ്നാറ്റി ടു എക്സ്പാൻഡ് UPI ആക്സെപ്റ്റൻസ് ഇൻ UAE. അപ്പോൾ നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇൻ്റർനാഷണൽ പാർട്ട്ണർ ചെയ്തിരിക്കുകയാണ്. മാഗ്നാറ്റി ആയിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ്. UPI ആക്സെപ്റ്റൻസ് UAEയിലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന രാജ്യത്ത് UPI ആക്സെപ്റ്റൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കൊളാബറേഷൻ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. NPCI ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ്സ് ലിമിറ്റഡ് NIPL അനൗൺസ്ഡ് എ പാർട്ട്ണർഷിപ്പ് വിത്ത് UAE ബേസ്ഡ് പേയ്മെൻറ്റ് സൊല്യൂഷൻ പ്രൊവൈഡർ മാഗ്നാറ്റി ടു അഡ്വാൻസ് QR based unified payments interface merchant payments through point of sale terminals in the Middle East. The collaboration aims to expand QR-based merchant payment network in UAE by enabling more merchants to provide UPI as a payment method to Indian travelers. NIPL, the international arm of National Payments Corporation of India. So UPI is recognized as one of the world's most successful real-time payment systems, processing over 16 billion transactions in December 2024. With this partnership, NIPL can provide seamless payment options to more than 12 million Indians traveling to Dubai and the UAE annually. The partnership will initially offer UPI acceptance across Dubai duty free. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. Indian armed forces to conduct exercise Devil Strike from January 16 to 19. അപ്പോൾ ജാനുവരി 16 തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഡെവിൾ സ്ട്രൈക്ക് ആണ് എക്സസൈസിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. The Indian armed forces are set to conduct exercise Devil Strike from January 16 to 19, a joint exercise involving the elite airborne soldiers from Indian Army and the Indian Air Force. അപ്പോൾ ഇന്ത്യൻ ആർമിയിലത്തെയും ഇന്ത്യൻ എയർഫോഴ്സിലത്തെയും എലൈറ്റ് സോൾജേഴ്സിനെ വെച്ചിട്ടാണ് ഈ എക്സസൈസ് കണ്ടക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സ്മൃതി മന്ദന സ്മാഷസ് ഇന്ത്യാസ് ഫാസ്റ്റസ്റ്റ് വിമൻസ് ODI സെഞ്ചുറി. അപ്പോൾ സ്മൃതി മന്ദന വുമൻസ് ക്രിക്കറ്ററാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റ്സ്വുമൺ ആണ് സ്മൃതി മന്ദന. അപ്പോൾ സ്മൃതി മന്ദന ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി നേടിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഫാസ്റ്റസ്റ്റ് വുമൻസ് ODI സെഞ്ചുറി നേടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. സ്മൃതി മന്ദന വാൾസ്ഡ് ഹെർ വേ ടു ദ ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി ബൈ ആൻ ഇന്ത്യൻ വൈൽ പ്രതീക റാവൽ കമ്പൈൽഡ് ഹെർ മെയ്ഡൻ 100 ആസ് ഇന്ത്യ അമാസ്ഡ് 435 for 5. Their highest ever total in the 50-over format in the third and final women's ODI against Ireland in Rajkot. അപ്പോൾ രാജ്കോട്ടിൽ വെച്ചാണ് നടന്നത്. സ്മൃതി മന്ദന ടോട്ടൽ 135 റൺസാണ് നേടിയത് 80 ബോളിൽ. ഹെർ 10th സെഞ്ചുറി കെയിം ഓഫ് ജസ്റ്റ് 70 ഡെലിവറീസ്. 70 ബോളിലാണ് സെഞ്ചുറി നേടിയത്. അതുകൊണ്ടാണ് ഫാസ്റ്റസ്റ്റ് ആയിട്ട് വുമൻസ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി ആയിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. സിംഗപ്പൂർ കൺഫേഴ്സ് ഹോണററി സിറ്റിസൺ അവാർഡ് ഓൺ ഫോർമർ CII ഹെഡ് തരുൺ ദാസ്. അപ്പോൾ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ഫോർമർ ഹെഡായ തരുൺ ദാസിന് സിംഗപ്പൂർ ഹോണററി സിറ്റിസൺ അവാർഡ് കൺഫർ കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഹാസ് സൈൻഡ് എ കോൺട്രാക്ട് വിത്ത് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ആയിട്ടാണ് ഈ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഹാസ് സൈൻഡ് എ കോൺട്രാക്ട് വിത്ത് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ഫോർ ദ സപ്ലൈ ഓഫ് എ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽസ് for the Indian Navy at a cost of approximately 2,960 crore rupees. The contract was inked by officials of Ministry of Defence and BDL in the presence of Defence Secretary Shri Rajesh Kumar Singh in New Delhi on January 16, 2025. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം.
DPIIT enters into strategic partnership with the ITC to bolster India's startup ecosystem and innovation. അപ്പോൾ DPIIT എൻ്റർ ചെയ്തിരിക്കുകയാണ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് വിത്ത് ITC ആയിട്ട് ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ബോൾസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇക്കോസിസ്റ്റം ആൻഡ് ഇന്നോവേഷൻ. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ശ്രീ വിനീത് ജോഷി അസ്യൂംസ് ചാർജ് ആസ് സെക്രട്ടറി ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പിക്സൽ ആൻഡ് ഡിഗാന്താര എങ്ങനെ വേണമെങ്കിലും വായിക്കാം. ഡിഗാന്താര ലോഞ്ച് ഗ്രൗണ്ട് ബ്രേക്കിംഗ് സാറ്റലൈറ്റ്സ് അബോർഡ് സ്പേസ് എക്സ് ട്രാൻസ്പോർട്ടർ 12. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. സ്പേസ് ടെക് സ്റ്റാർട്ടപ്സ് പിക്സൽ ആൻഡ് ഡിഗാന്താര ഹാവ് ലോഞ്ച്ഡ് ദെയർ സാറ്റലൈറ്റ്സ് അബോർഡ് സ്പേസ് എക്സ് ട്രാൻസ്പോർട്ടർ 12 റൈഡ് ഷെയർ മിഷൻ ഫ്രം Vandenberg Air Force Base in California. Pixel has launched the first 3 satellites of its Firefly constellation. These satellites are equipped with a hyperspectral imaging technology. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഒഡീഷ അനൗൺസസ് മന്ത്ലി പെൻഷൻ ഓഫ് 20,000 rupees ഫോർ പീപ്പിൾ ഇംപ്രിസൺഡ് ഡ്യൂറിങ് എമർജൻസി. അപ്പോൾ ഒഡീഷ അനൗൺസ് ചെയ്തിരിക്കുകയാണ് മന്ത്ലി പെൻഷൻ ഓഫ് 20,000 rupees ഫോർ പീപ്പിൾ ഇംപ്രിസൺഡ് ഡ്യൂറിങ് എമർജൻസി. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 16th ജാനുവരിയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓൺ നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ January 16 വി കം ടുഗദർ ടു സെലിബ്രേറ്റ് ദ ഇന്നോവേറ്റേഴ്സ്, visionaries and entrepreneurs who are shaping the future with bold ideas and transformative solutions. These dynamic individuals and startups are driving change across industries, challenging the status quo and creating new pathways for growth, sustainability and progress. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ 16th ജാനുവരിയാണ്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. 8th പേ കമ്മീഷൻസ് ഫോർമേഷൻ അപ്രൂവ്ഡ് ബൈ പ്രൈം മിനിസ്റ്റർ മോദി. അപ്പോൾ 8ാമത്തെ ശമ്പള കമ്മീഷൻ, പേ കമ്മീഷൻ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. 8th പേ കമ്മീഷൻ ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻ എ മേജർ ഡെവലപ്മെൻറ്റ് ഓഫ് ഫോർ ഗവൺമെൻറ് എംപ്ലോയീസ്, പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി ഹാസ് അപ്രൂവ്ഡ് ദ ഫോർമേഷൻ ഓഫ് 8th സെൻട്രൽ പേ കമ്മീഷൻ. The move has been awaited by over 1 crore central government employees and pensioners who are anticipating the formation the commission to help revise their basic pay, allowances, pension and other benefits. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അർജുൻ എറിഗായ്സി സ്റ്റൺസ് മാഗ്നസ് കാൾസൺ ഫാബിയാനോ കാറുവാന ടു വിൻ ഓൺലൈൻ ചെസ് ഇവൻറ്റ്. അപ്പോൾ ഓൺലൈൻ ചെസ് ഇവൻറ്റിൽ അർജുൻ എറിഗായ്സി മാഗ്നസ് കാൾസനെയും ഫാബിയാനോ കറുവാനേനെയും തോൽപ്പിച്ചുകൊണ്ട് ആ ടൈറ്റിൽ ജയിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യാസ് നമ്പർ 1 ആൻഡ് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ Arjun Erigaisi won the online chess tournament titled Tuesday Weekly Blitz, which was conducted by chess.com. He registered 10 points out of 11 by defeating world number 1 Magnus Carlsen, Jan Nepomniachtchi and Fabiano Caruana. His only loss in the tournament came against the American Grandmaster Hikaru Nakamura, which came in the 7th round. Nakamura also finished the tournament with 10 points, but the Indian Grandmaster had better tie breaks. He defeated Magnus Carlsen with black pieces in the round 10, and after that he defeated Fabiano Caruana in the 11th and last round. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവ്രി വൺ.